എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അവിയലെന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് മഞ്ഞ നിറത്തിലുള്ള അവിയലാണ്. അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായ ഒരു അവിയലാണ് വെളുത്ത നിറത്തിലുള്ള പാലക്കാടൻ സ്റ്റൈൽ അവിയൽ. ഈ അവിയൽ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അവിയൽ തയ്യാറാക്കുന്നതിന് ഞാൻ എടുത്തിട്ടുള്ളത് മുരിങ്ങയ്ക്ക, പടവലം, ക്യാരറ്റ്, ചേന, ഏത്തക്കായ എന്നീ പച്ചക്കറി കഴുകി വൃത്തിയാക്കി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അവിയൽ തയ്യാറാക്കുന്നതിന് നീളത്തിലാണ് പച്ചക്കറികൾ അരിഞ്ഞെടുക്കേണ്ടത്. അരിഞ്ഞെടുത്തിട്ടുള്ള പച്ചക്കറികൾ ചട്ടിയിലേക്ക് ഇട്ടുകൊടുത്ത് പച്ചക്കറി വെന്ത് വരുന്നതിന് ആവശ്യമായ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് പച്ചക്കറിക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കണം. പാലക്കാടൻ സ്റ്റൈലിലുള്ള അവിയലിന് പച്ചക്കറികൾ ഒരുപാട് വെന്ത് കുഴയേണ്ട ആവശ്യമില്ല. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഈ പച്ചക്കറികൾ വേവിച്ചെടുക്കാനായിട്ട്. ഈ പച്ചക്കറികൾ വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം. അവിയലിൻ്റെ അരപ്പ് തയ്യാറാക്കുന്നതിനായി 1 കപ്പ് തേങ്ങ ചിരകിയത്, 2 കഷ്ണം ചെറിയ ഉള്ളി, 2 കഷ്ണം വെളുത്തുള്ളി, 2 പച്ചമുളക്, 1 തണ്ട് കറിവേപ്പില എന്നിവയൊന്ന് പൾസ് ചെയ്തെടുക്കണം. ഈ അരപ്പ് ഒരുപാട് അരഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അവിയലിനുള്ള അരപ്പ് തയ്യാറായിട്ടുണ്ട്. നേരത്തെ വേവിക്കാനായി വെച്ചിട്ടുള്ള പച്ചക്കറികൾ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തയ്യാറാക്കി വെച്ചിട്ടുള്ള അവിയലിൻ്റെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ചേർത്ത് കൊടുത്തിട്ടുള്ള അരപ്പിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇതൊന്ന് വേവിച്ചെടുക്കണം. ചേർത്ത് കൊടുത്തിട്ടുള്ള അരപ്പിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കണം. ഇതുപോലെ അല്പം ലൂസായിട്ട് വേണം ഈ അവിയൽ കിട്ടാനായിട്ട്. ഇനി ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില, ആവശ്യത്തിനുള്ള പച്ച വെളിച്ചെണ്ണ തൂക്കി കൊടുത്തതിന് ശേഷം ഇവയൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് മൂടി വയ്ക്കുക. 1 മിനിറ്റ് കഴിഞ്ഞ് ഈ അവിയൽ വിളമ്പാവുന്നതാണ്. പാലക്കാടൻ സ്റ്റൈൽ അവിയൽ തയ്യാറായിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.